സിബിൻ അകത്തുണ്ടെങ്കിലും ജാസ്മിൻ അവർ ജയിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ജയിപ്പിക്കും. ടേബിളിലായി ഷോ ഉണ്ടാകുന്നത്, എഡിറ്റിംഗ് ടേബിളിലാണ് ഈ ഷോ ഉണ്ടാകുന്നത്. അവൻ തീരുമാനിക്കും ആരുടെ സാധനം വിടണം, ആരുടെ സാധനം വിടണ്ട. സായിക്ക് പലപ്പോഴായിട്ട് മടുത്തു ബ്രോ. സായി പലപ്പോഴായിട്ട് ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് ബിഗ് ബോസിൻ്റെ മുറി പോണ ശ്രദ്ധിച്ചിട്ട് അവന് മടുത്ത്. അവൻ ആ സാധനം വർക്കാവണ്ടായി. അവൻ ഭയങ്കര പാവമാണ്, നല്ല ചെക്കണം. സംഘാടകർക്ക് ബ്രോൻ ഇവിടെ വേണം, റോഹൻ ഇവിടെ വേണം. ഇന്ന് എല്ലാവരെയും എൻ്റെ ഒരു പ്രസൻ്റായിട്ട് ഇന്ന് നോമിനേഷൻ ഇല്ല, ഇന്ന് എലിമിനേഷൻ ഇല്ല, തീർന്നു. പൊളിയല്ലേ? ആ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ച് ജനങ്ങൾ പറയുന്നു എന്ന് ആരും പറഞ്ഞു വിടണ്ട. ഏത് ജനങ്ങൾ? ജിൻഡോട്ടൻ പ്രൊവോക്കേഷൻ, അതാണ് ജിൻഡോന്റെ സ്ട്രാറ്റജി. പ്രൊവോക്ക് ചെയ്യുക, കൃത്യമായിട്ട് എവിടെ അടിച്ചാൽ എവിടെ കിട്ടുമെന്ന് പുള്ളിക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ദൈവമായി തന്ന ഒരു കഴിവുണ്ട്, അത് വെച്ച് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ബ്രോ. എനിക്ക് ഇവരെ ആരെയും പേടിയില്ല, ഇവരെ ആരെയും കണ്ടിട്ടല്ല ഞാൻ ഇറങ്ങിയത്. അത് ഞാൻ പറഞ്ഞാൽ ശരിയാവോ, അതവർക്ക് ഹേർട്ടാവോ, പറയണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഇവിടെ നിന്ന് ആരെങ്കിലും തോണ്ടിയാലേ ശ്രീതു വാതർക്കും. ഡിപ്ലോമാറ്റിക് ആണ് രണ്ട് സൈഡും. ജുനൈസും അഖിൽമാരും ഇരുന്ന് ചർച്ച ചെയ്ത് ആ പ്രശ്നം അവിടെ പരിഹരിച്ചിട്ടാണ് പുറത്തേക്ക് വന്നത്. ബിക്കോസ് അഖിലേട്ടന് വെച്ച് ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരാൾ ക്രിയേറ്റീവ് ടീമിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വാശിയുടെ പുറത്ത് അവർ പുറത്താക്കണമായിരുന്നെങ്കിൽ ഇന്ന് സാറ്റർഡേ എപ്പിസോഡിൽ ലാൽ സാർ ചീത്ത പറഞ്ഞാൽ അന്ന് പുറത്താക്കണമായിരുന്നു. ഇറങ്ങി പോടാന്ന് പറയണം, ഞങ്ങൾ ജാസ്മിന് കപ്പ് കൊടുക്കാൻ പോകണം, നീ ഇറങ്ങി പോടാന്ന് പറയണം. ഇത് നല്ലൊരു കോണ്ടന്റ് ഉള്ള ഷോ ആണ് ബ്രോ. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഷോ ആണ്. ഇതിനെ ചിലവന്മാരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നശിപ്പിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കരുത്. ഇവനാണ് യഥാർത്ഥ പ്ലെയർ. സിബിൻ കി ജയ്. താങ്ക് യു. ഇനി എന്തായാലും നമുക്ക് കുറച്ച് കമന്റ്സിലോട്ട് പോവാണ്. എന്തായാലും ഇറങ്ങിയ സമയത്ത് അല്ലെ പല രീതിയിലേക്ക് വീഡിയോസ് ആണെങ്കിലും അല്ലെ അതിന്റെ ഒക്കെ കമന്റ് ബോക്സ് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. എന്നെ കൂട്ടത്തിൽ കുറച്ച് കമന്റ്സിലോട്ട് പോവാണ്. സോ ഫസ്റ്റ് കമന്റ്, റോബിൻ പറഞ്ഞത് ശരി, ബിഗ് ബോസ് പ്ലാൻഡ് ആണ്. അവർക്കൊരു പ്ലാൻ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ആ പ്ലാൻ പ്രകാരമേ കാര്യങ്ങൾ നടക്കാവൂ. അങ്ങനെ തന്നെ പോവുള്ളൂ. അതിനെതിരെ പോകാൻ പറ്റില്ല. നമ്മൾ രണ്ടുപേരും മത്സരിക്കുകയാണ്, നിങ്ങളെ വിന്നറാക്കണം. നിങ്ങൾ ഫുട്ബോൾ കളിക്കുമെങ്കിൽ ഏത് കാലിനാണ് പവർ കൂടുതൽ? വലത്തെ കാലിന്. എനിക്ക് ഇടത്തെ കാലായിരിക്കും. അടുത്ത മത്സരം പെനാൽറ്റി കിക്ക്. നിയമങ്ങൾ, ഇടത് കാല് വെച്ച് അടിക്കാൻ പാടില്ല. ആര് ജയിക്കും? റോഹനെ ജയിക്കും. കൃത്യമായിട്ട് കഴിവുകേടുകൾ കണ്ടറിഞ്ഞിട്ട് അതിലൂടെ സഞ്ചരിപ്പിച്ച് പുറത്താക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് ഗബ്രി പവർ റൂമിൽ കയറിയ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. 4 പേര് മത്സരിച്ച ടാസ്ക്. മത്സരിച്ചത് നന്ദന, ഗബ്രി, അഭിഷേക്, ജിൻഡോട്ടൻ. കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതൊരു കഥ പറഞ്ഞിട്ട് കഥയിൽ നിന്ന് ചോദ്യം ചോദിക്കും. കഥ പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഗബ്രി എടുത്ത് ചോദ്യം ചോദിച്ചു. ഒരു അടിസ്ഥാനമില്ല, ഒരു ഓർഡർ ഈവൻ ഒരു ടോസ് ഒന്നും ചെയ്യാതെ ഗബ്രി എടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഗബ്രി ആൻസർ പറയുന്ന ഉറപ്പുള്ളതുകൊണ്ടല്ലേ അങ്ങനത്തെ ഒരു ടാസ്ക് കൊടുക്കുന്നതും ഗബ്രിയോട് തന്നെ ആദ്യം ചോദിക്കുന്നതും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മറന്നു. സോ ദേ ഹാഡ് എ പ്ലാൻ. ഗബ്രി പവർ റൂമിൽ വേണം, ഗബ്രി ഒരാഴ്ച കൂടെ നിൽക്കണം. പുറത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വന്നുകൊണ്ടാണ് അവനെ തൂക്കിയെടുത്ത് പുറത്തിട്ട് ഉള്ളതുകൊണ്ടാണ്. ആ വിഷയങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ഗബ്രിക്ക് മാത്രമായിരുന്നല്ലോ, രണ്ടുപേർക്കും ഒരുമിച്ചായിരുന്നില്ലേ? അപ്പൊ ആരോടായിരിക്കും ചായ്വ് കൂടുതൽ? 2 വീല് ഉണ്ടെങ്കിലേ വണ്ടി ഓടും. ഓടുന്നിടത്തോളം കാലം 2 വീല് വെച്ച് തള്ളിയിട്ട് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വീലിനെ അങ്ങ് കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഈ വീലിങ് തള്ളിപ്പോകും. വഴി ചെറുതാവുമല്ലോ ബ്രോ മുമ്പോട്ട് പോകും തോറും. അടുത്ത കമന്റിലോട്ട് പോവാം. ജാസ്മിനെ ജയിപ്പിക്കാൻ വേണ്ടി സിബിനെ പുറത്താക്കി. അഭിപ്രായമില്ല. സിബിൻ അകത്തുണ്ടെങ്കിലും ജാസ്മിനെ അവർ ജയിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ജയിപ്പിക്കും. അതിനുവേണ്ടി പുറത്താക്കേണ്ടതില്ല. ഞാൻ ഇട്ടുകൊടുത്ത് എനിക്ക് വെളിയിൽ പോകണമെന്ന്. ഇറങ്ങിക്കോ. റോബിൻ രാധാകൃഷ്ണനെ പുറത്താക്കാൻ പറ്റുമായിരുന്നു അവർക്ക്. ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ പരിപാടി ഇല്ലായിരുന്നെങ്കിൽ. റോബിൻ ചെയ്തത് തന്നെയല്ലേ ഈ റസ്മിൻ ചെയ്തത് അല്ലേ? ഇപ്പം റോബിൻ ആരെ പിടിച്ച് തള്ളിയതാ വടവർ, അത് തന്നെയാണ് ചെയ്തത് റസ്മിനും. റോബിന് പുറത്താക്കാൻ പറ്റില്ല അവർക്ക്. ബിക്കോസ് റോബിൻ വാസ് ബിഗർ ദാൻ ദ ഷോ. പിന്നെ രജിത് സാർ, ഹി വാസ് ബിഗർ ദാൻ ദ ഷോ. ചെയ്തത് ശരിയോ തെറ്റോ എൻ്റെ അഭിപ്രായം ഞാൻ അതിൽ പറയില്ല, തെറ്റായിരിക്കാം. ബട്ട് സ്റ്റിൽ ഹി വാസ് ബിഗർ ദാൻ ദ ഷോ. പുള്ളി ആ ഇൻസിഡൻ്റ് ഇല്ലെങ്കിൽ പുള്ളി എങ്ങനെ പുറത്തളയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നന്നായി കളിക്കുന്നവർ നിലനിന്ന് കഴിഞ്ഞാൽ മറ്റു മത്സരാർത്ഥികൾക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ബോധപൂർവ്വം ഉണ്ടാക്കുന്ന കാരണങ്ങളിലൂടെ
ഒരു ദേ വിൽ ഫൈൻഡ് റീസൺ. ഇപ്പൊ അഖിലേട്ടനും ഈ പറയുന്ന ഉനീസുമായിട്ടാണ് തോന്നുന്നത് കഴിഞ്ഞ സീസണിൽ ഒരു തല്ലുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അഖിലേട്ടൻ ഒരു സ്ട്രോങ്, അഖിലേട്ടന്റെ ഗെയിം പ്ലാൻ വെച്ച് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ അന്ന് അവിടെ ഉള്ളത് കൊണ്ട് പുള്ളിക്കാരത്തി ഫൈറ്റ് ചെയ്തു. പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്തു. ലൈക്ക് ഈ ഇൻസിഡന്റിനെ ഇങ്ങനെ സോൾവ് ചെയ്ത് വിട്ടാൽ മതി, ഇല്ല അഖിലിനെ പുറത്ത് കളയണം, പറ്റില്ല, യു ഹാവ് ടു ടോക്ക്. അങ്ങനെ ഹുനൈസ് എന്നല്ലേ പേര്, അതെ ജുനൈസും അഖിൽ മാരാരും ഇരുന്ന് ചർച്ച ചെയ്ത് ആ പ്രശ്നം അവിടെ പരിഹരിച്ചിട്ടാണ് പുറത്തേക്ക് വന്നത്. ബിക്കോസ് അഖിലേട്ടന് വെച്ച് ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരാൾ ക്രിയേറ്റീവ് ടീമിലുണ്ടായിരുന്നു. അതുകൊണ്ട് 1-2 പേർ വർക്കായി. സുഹൃത്ത് കമ്മിറ്റിൽ പോയല്ലോ, ജിൻഡോയെ തോൽപ്പിക്കാൻ വന്നതാ, പറ്റാതെ വന്നപ്പോ സ്വയം ക്വിറ്റ് ചെയ്തു. ആര്? ഞാനാണോ ജിൻഡോ ചേട്ടനെ തോൽപ്പിക്കാൻ വന്നല്ലേ? ആരെങ്കിലും പ്രത്യേകമായിട്ട് തോൽപ്പിക്കാൻ വന്നാണോ? വിന്നർ ആവാൻ വന്നാണ്. വിന്നർ ആവണമെങ്കിൽ ജിൻഡോ ചേട്ടനെ തോൽപ്പിക്കണം, ആരെങ്കിലും തോൽപ്പിക്കണം. അവിടെ ഉള്ള 18 പേരെ തോൽപ്പിച്ചാലേ അല്ലേ ജിൻഡോ ചേട്ടനെ തോൽപ്പിക്കാൻ. ജിൻഡോ ഡെഫിനറ്റ്ലി. ഞാൻ ക്വിറ്റ്, എനിക്കറിയില്ല ബ്രോ, അങ്ങനെയൊന്നും ഞാൻ അതിനെ എടുക്കുന്നു ചിന്തിച്ചിട്ടില്ല. ആര് പറഞ്ഞതാ പോകണ്ടെന്ന്? അത് കേട്ടാ മതിയായിരുന്നു. ആര് പോകണ്ടെന്ന് പറഞ്ഞു 100% പോരുതെന്ന് പറഞ്ഞു. അത് കേട്ടാ മതിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കില്ല. ബിക്കോസ് ഈ സൈബർ അറ്റാക്കുകളുടെയും ഈ പറയുന്ന എന്താ പറയാ, ഈ പറയുന്ന മെന്റലാണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അപ്പുറത്തേക്ക് കുറെ പേരുടെ സ്നേഹം ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ടു മച്ച്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റില് ചിന്തിച്ചിട്ടില്ലേ പോകണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു? ഏതെങ്കിലും മൊമെന്റ് സുഹൃത്തുക്കൾ പറഞ്ഞേക്കാം, ഈ പറഞ്ഞ സ്നേഹമായിരിക്കാം, എവിടേക്കോ. അല്ല, പോകണ്ടായിരുന്നു എന്ന് എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഇപ്പോഴും പോകണ്ടായിരുന്നുള്ള ഒരു റിഗ്രറ്റ് ഇല്ല, അതില്ല. പിടിച്ചു നിൽക്കാമായിരുന്നു എന്നുണ്ടായിരുന്നു. എവിടെ ആ ലാൽ സാറിന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒന്ന് പിടിച്ചു നിൽക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെനിക്ക് അവിടെ വെച്ചേ ഉണ്ട്. പിന്നെ വെളിയിലോട്ട് വരണ്ടായിരുന്നു, അവിടെ തന്നെ ഇരുന്നങ്ങ് തീർന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഡോക്ടർ പറഞ്ഞത് എന്നോട് ഉറങ്ങണം. ഞാൻ പറഞ്ഞു ഡോക്ടറല്ല, ഞാൻ 7 ദിവസമൊക്കെ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ ഡെയിലി ജോബ് അല്ല ചെയ്യുന്നത്, ഇതൊരു ഡിഫറെൻ്റ് ആണ്, നിങ്ങൾ ഉറങ്ങണം, നിങ്ങൾ ഇന്ന് രാത്രി കിടന്ന് നാളെ ഉച്ചയ്ക്ക് എണീറ്റാൽ മതി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്തത്. അതിന്റെ പേരിലാണോ പോണം എന്ന് പറഞ്ഞു തുടങ്ങിയത്? അടുത്ത ദിവസം ബ്രോ ഞാൻ കരഞ്ഞ ദിവസമല്ല ഞാൻ പുറത്തു പോയത്. നിങ്ങൾ ആലോചിക്കുക, ഞാൻ കരഞ്ഞ ദിവസം തിരിച്ച് അന്തസ്സായിട്ട് ചിരിച്ചുകൊണ്ട് പുറത്ത് വീടിനകത്തേക്ക് കയറി വന്നതാണ്. കയറി വന്നതിന് ശേഷം എനിക്ക് ഉറങ്ങണം, എനിക്കൊരു മെന്റൽ റെസ്റ്റ് വേണം എന്നുള്ളത് ഡോക്ടറിൻ്റെ ഒരു ഐഡിയ ആണ്. അതെൻ്റെ മനസ്സിൽ കയറി, എനിക്ക് റെസ്റ്റ് വേണം, എന്നാലേ ബ്രെയിൻ വർക്ക് ചെയ്യൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ ഉറക്കി എണീറ്റിട്ട് ഞാൻ അരി കഴുകുന്നുണ്ട്, കുക്കറൊന്നും അടയ്ക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ ഇസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. റെസ്റ്റ് വേണം, ബ്രെയിൻ, തലച്ചോറിന് റെസ്റ്റ് വേണം. എല്ലാ മനുഷ്യൻ 48 മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടില്ല ബ്രോ, ആലോചിക്കണം. എന്നെ പവർ റൂമിൽ നിന്ന് പുറത്താക്കി എനിക്ക് കിടക്കാനൊരു സ്ഥലമില്ല. ഓക്കെ, കിടക്കാനൊരു സ്ഥലമില്ലാതെ ഞാൻ അവിടെ വാഴത്തോപ്പി കിടക്കുന്നു. അവിടെ നിന്ന് തൂക്കിയെടുത്ത് തന്നെ സ്കീ റൂമിൻ്റെ അവിടെ പോയി ഞാൻ കിടക്കുന്നു. വീട്ടിൻ്റെ വെളിയിൽ ഉറങ്ങാൻ പാടില്ല എന്ന് അനൗൺസ്മെൻറ്റ് വരുന്നു. അവിടെ നിന്ന് ഞാൻ പൊരിച്ച് അകത്തേക്ക് വരുന്നത് ഞാൻ ഉറങ്ങുന്നൊരു 4 മണി 5 മണി സമയമാവും. 8 മണിക്ക് പാട്ടിട്ട് എണീപ്പിക്കും. അങ്ങനെ പാട്ടിട്ട് എണീപ്പിച്ചതിന് ശേഷമാണ് എൻ്റെ ഇമോഷണൽ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയി ഡോക്ടർ ഉറങ്ങാൻ പറയുന്നു. പക്ഷെ അന്ന് പുറത്ത് പോകാൻ പറ്റിയില്ല, ടെക്നിക്കൽ റീസൺസ് ഉള്ളതുകൊണ്ട്. തിരിച്ച് വീടിനുള്ളിലേക്ക് ഞാൻ ചിരിച്ച് കയറി, ഓക്കെ ഇവിടെ കിടന്ന് ഉറങ്ങാം, ഒന്ന് സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കിടത്തി. നിങ്ങളാ വീട് കാണുക, ആ വീട്ടിൻ്റെ എല്ലാ മുറിയിലും നിങ്ങൾ കാണുന്ന നൈറ്റ് വിഷൻ ഒന്നും അല്ല, അവിടെ നല്ല വെളിച്ചമുണ്ട്, ഇതിൻ്റെ അപ്പുറത്തെ വെളിച്ചമുണ്ട്. അപ്പം ഞാൻ കിടന്ന ഡെൻ റൂമിൻ്റെ മേളിൽ 6 ഈ കനത്തിലുള്ള ഫിലമെന്റ് ബൾബുണ്ട്. ഇതിൻ്റെ മൂട്ടിൽ കിടന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഉറങ്ങും? ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ, ഒരു ടയേർഡായ, ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാത്ത ഒരാൾക്ക് ഉറങ്ങാൻ പറ്റിയ സാഹചര്യമാണോ അത്? ഉറങ്ങാതിരുന്ന് പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് പാട്ടിട്ട് തന്നെ എണീപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് വേണ്ടേ ബ്രോ? എന്നെ അവർ പുറത്തേക്ക് വിളിക്കുക, രാവിലോട്ടെ പറയുക എന്നെ വെളി വിളിക്ക്, വേറെ ഓപ്ഷൻ ഇല്ല. സോ ഐ ഹാവ് ടു യൂസ് ദ ടേം ഹാലുസിനേഷൻ. സിബിൻ അങ്ങനെ പുറത്ത് പോകണം എന്ന് പറഞ്ഞ സമയത്ത് പുറത്താക്കിയിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് അല്ലേ പുറത്ത് പോകുന്നത്. അങ്ങനെ പുറത്ത് പോകണം എന്ന് ആവശ്യപ്പെടുന്ന സമയത്താണ് സിബിനെ പിടിച്ച് പുറത്താക്കിയിരുന്നെങ്കിൽ ഈ പറയുന്ന പരാതികൾ ഉണ്ടാവുമായിരുന്നു? വീട്ടിൻ്റെ പുറത്ത്, അതായത് ബ്രോ നമ്മൾ ഇമോഷണലായിരിക്കുന്ന സമയത്തും നമ്മൾ ഒരുപാട് സന്തോഷിച്ചിരിക്കുന്ന സമയത്തും ഡിസിഷൻസ് എടുക്കാൻ പാടില്ല എന്നാണ്. അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഷോ അടുത്ത് ഞാൻ പുറത്തിറങ്ങി പോകണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ ഡോക്ടർ, ഒരു സൈക്കോളജിസ്റ്റ് ഒന്ന് പറയുന്നത്, നീ റിലാക്സ് ആവും എന്നിട്ട് തീരുമാനം എടുക്കും. അതെനിക്ക് മനസ്സിലായി. അപ്പം തന്നെ ഞാൻ ഡിസിഷൻ എടുത്തു, യെസ് പുള്ളി പറയുന്നത് ശരിയാണ്, റിലാക്സ്ഡ് ആയിട്ട് തീരുമാനിക്കാം. അതുവരെ ഞാൻ കാണിച്ചത് വാശിയായിരുന്നു, പുറത്തു പോകണം, ആവശ്യമല്ല, അതെൻ്റെ വാശിയായിരുന്നു. ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. ആ വാശിയുടെ പുറത്ത് പുറത്താക്കിയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പുട്ടുപോലെ ഇറങ്ങി വന്നേനെ, ഒരു സീനും ഇല്ല, ഒരു പരാതിയില്ലായിരുന്നു. ആ വാശിയുടെ പുറത്ത് അവരെ പുറത്താക്കണമായിരുന്നെങ്കിൽ ഇന്ന് സാറ്റർഡേ എപ്പിസോഡിൽ ലാൽ സാർ ചീത്ത പറഞ്ഞാൽ അന്ന് പുറത്താക്കണമായിരുന്നു. ഇറങ്ങി പോടാന്ന് പറയണം, ഞങ്ങൾ ജാസ്മിന് കപ്പ് കൊടുക്കാൻ പോകണം, നീ ഇറങ്ങി പോടാന്ന് പറയണം. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ കപ്പ് ജാസ്മിന് കൊടുത്തോ, ഞാൻ ദാ പോകണം. അതായിരുന്നു നിലപാട്. സ്വാർത്ഥ കമന്റിൽ പോലെ അല്ലേ?
തുറന്നു ചോദിക്കേണ്ട കാര്യങ്ങൾ അവിടെ വെച്ച് ചോദിച്ച് നീതി വാങ്ങണമായിരുന്നു. ചോദിച്ചു, കിട്ടിയില്ല, പുറത്താക്കി. ആവശ്യങ്ങൾ ചോദിച്ചു അല്ലെങ്കിൽ കാര്യം തുറന്നു പറഞ്ഞു, നീതി കിട്ടിയില്ല, പുറത്താക്കി. കിട്ടിയിട്ടില്ല, പുറത്താക്കി. ആ ചോദ്യങ്ങൾ ചോദിച്ചത് പുറത്താക്കാൻ കാരണമായി. തീർച്ചയായും ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റൻസിനെയാണോ നിങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് ഞാൻ ചോദിച്ച ചോദ്യം ഈഗോ ഹേർട്ട് ചെയ്ത ആൾക്കാർക്ക് ഞാൻ ചോദിച്ച വലിയ ലോഡ് ചോദ്യങ്ങൾ ഹേർട്ടാവാതിരിക്കുമോ? നീ ആടാ എൻ്റെ അടുത്ത് ചോദിച്ചു ചോദിക്കുക, ഇറങ്ങി പോടാന്ന് തന്നെ അവർ പറയും. പക്ഷെ ഇതുപോലുള്ളൊരു വലിയ ഷോയിലെ വ്യക്തി താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റും തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലേ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് ചോദ്യം ചെയ്യണം. ഇതൊന്നും അച്ഛന്മാരറിയില്ല, ഇതിൻ്റെ മേളിയിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്റ്റ് കൊടുക്കുന്നു, റവന്യൂ വരുന്നു, ഇപ്പം കഴിഞ്ഞു. അതായത് ഇതിൻ്റെ നാളെ എന്താണെന്ന് അറിയില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇത്രയും വിവാദങ്ങളൊക്കെ ഉള്ള ബിഗ് ബോസ് സീസൺസ്, ഈ പറഞ്ഞ ടാബ്ലറ്റ് എന്നൊക്കെ പറയുമ്പോൾ അടുത്ത സീസൺ സെയിൽസ് നടക്കുമോ? അത് ഇവന്മാരല്ല, അത് ഇവരല്ല എഫക്ട് ചെയ്യുന്നത്. ഇത് എഫക്ട് ചെയ്യുന്ന അപ്പോഴേ അവരിടപെടണം. അതിനാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് നല്ലൊരു കോണ്ടന്റ് ഉള്ള ഷോ ആണ് ബ്രോ. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഷോ ആണ്. ഇതിനെ ചിലവന്മാരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നശിപ്പിക്കാൻ നമ്മൾ നിന്നു കൊടുക്കരുത്. യെസ്. സോ അടുത്ത കമന്റിൽ പോയാലോ? പോവാം. സിബിൻ ഇപ്പോഴും ബിഗ് ബോസ് ടീമിന് പേടിയുണ്ട് എന്നാണ്. പേടിയില്ല, ആരെയും പേടിയില്ല. ഐ മീൻ ഞാൻ പേടിയല്ല ബ്രോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേടിയല്ല. കുറെ പേര് ജോലി ചെയ്യുന്നുണ്ട് അവിടെ, അവരുടെ ജോലി പോകും. പേടിയൊന്നുമില്ല. ഇവരെന്താ ചെയ്യുന്നത്? എൻ്റെ പ്രൊഫഷൻ കട്ട് ചെയ്യും, എന്നെ ഒരു ചാനലിലും കയറ്റില്ലായിരിക്കും. സിനിമ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്നെ അവിടെ നിന്ന് പുറത്താക്കുമായിരിക്കും. കല്യാണ വീട്ടിൽ DJ ചെയ്യാൻ പറ്റില്ല നിമ്മർക്ക് പറയാൻ പറ്റുമോ? ചെയ്യും. ഞാൻ തുടങ്ങി വെച്ചത് അതിലാ. കല്യാണ വീട്ടിൽ പോയി DJ ചെയ്ത് 15,000 രൂപ തൊട്ട് 20,000 രൂപ കിട്ടും. മാസം 5 കല്യാണം ചെയ്യും. പിന്നെ ഇവിടെ കൊച്ചിയിൽ ഒരു സാരിക്കടയുണ്ട്, അവിടെ ഒരു ചെറിയ ജോലിയുണ്ട്, കണക്കൊക്കെ നോക്കുന്നുണ്ട്. ആ പരിപാടി ചെയ്താലും കുറച്ച് പൈസ കിട്ടും. കാഞ്ചീപുരം എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ പൈസ കിട്ടും, ജീവിക്കുക, അത് മതി, വേറെ ഒന്നും വേണ്ട. അത് ഞാൻ അന്തസ്സായിട്ട് ജീവിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ദൈവമായി തന്നൊരു ഒരു കഴിവുണ്ട്, അത് വെച്ച് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ബ്രോ. എനിക്ക് ഇവരാരെയും പേടിയില്ല, ഇവരെ ആരെയും കണ്ടിട്ടല്ല ഞാൻ ഇറങ്ങിയത്. ഇത് അഹങ്കാരമല്ല ബ്രോ, കഷ്ടപ്പെട്ട് വന്നു, ഞാൻ പരിപാടി പണിയെടുത്ത് വന്നതാണ്. ലൈറ്റൊക്കെ പിടിക്കാൻ നിന്നിട്ടുണ്ട് ഇതുപോലെയൊക്കെ. അതൊക്കെ കഴിഞ്ഞ പിന്നെ കല്യാണത്തിന് ബാക്കിൽ ഇങ്ങനെ ലൈറ്റ് പിടിച്ച്, പണ്ട് കല്യാണത്തിന് DSLR അല്ലാത്ത സമയത്ത് ഇങ്ങനെ തോളി വയ്ക്കുന്നത്, ആ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ പിടിച്ച് മാറ്റും. ആ പരിപാടിയിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് അവിടെ തിരിച്ചു പോകാനും പേടിയില്ല. ഫൈനലി ഇവനാണ് യഥാർത്ഥ പ്ലെയർ, സിബിൻ കി ജയ്. അതെ, ഇത്തരത്തിലൊരു പോസിറ്റീവ് സൈഡ് എന്നുള്ള രീതിയിലേക്ക് വന്നിറങ്ങിയപ്പോഴും ഇപ്പൊ വന്നു കിട്ടപ്പോൾ നെഗറ്റീവ് സൈഡിൽ അല്ലെങ്കിൽ പലരും ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം കൂടി ഇല്ലേ? തീർച്ചയായും. അല്ല ബ്രോ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരുടെ മുമ്പിലും സ്നേഹമാണുള്ളത്. ബ്രോ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു, നിങ്ങൾ ഇറങ്ങി വരണ്ടായിരുന്നു, എന്ത് പറ്റി, ഇങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്. എനിക്ക് എല്ലാവരോടും പോയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിവിജ്വലി ഇതാണ് റീസൺ എന്ന് പറയാൻ പറ്റിയില്ല, അതാണ് പ്രശ്നം. ഓക്കെ, ഞാൻ ഇനി അവിടുത്തെ നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ പേരുകൾ ഞാൻ പറയും. അവരുടെ ഒറ്റ വരിയില് എന്താണ് അവരുടെ സ്ട്രാറ്റജി എന്നുള്ളത് നല്ല പോലെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് അല്ലെ? അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ ആ രീതിയിൽ എനിക്ക് പറഞ്ഞു കുറെ കൂടി ആധികാരികമായിട്ട് പറയാൻ പറ്റും തോന്നുന്നു. ശ്രമിക്കാം. ശ്രീതു ഡിപ്ലോമാറ്റ് ആണ്. ശ്രീതു ഒരിക്കലും എന്താ പറയാ, അത് ഞാൻ പറഞ്ഞാൽ ശരിയാവോ, അത് അവർക്ക് ഹേർട്ടാവോ, പറയണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഇവിടെ നിന്ന് ആരെങ്കിലും തോണ്ടിയാലേ ശ്രീതു വാതിർക്കും. ഡിപ്ലോമാറ്റിക് ആണ് രണ്ട് സൈഡും, ഏത് ശരി ഏത് തെറ്റെന്നൊന്നും അറിയില്ല. ഋഷി നന്മയുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പയ്യൻ ആണ്. ശരിക്കും അതിൻ്റെ അകത്ത് ഈ നന്മ കൊണ്ടു നടന്ന കാര്യമില്ല, അവൻ പെട്ടെന്ന് ഇമോഷണൽ ആവും, അവനെ അറിയില്ല ഈ പരിപാടി. ആക്ച്വലി ഞാൻ പറയാം, ഋഷി ആ ഷോയിൽ പോയത് അവൻ്റെ ഫാമിലിനെ നോക്കുക, അവന് പ്രത്യേകിച്ച് ഗെയിൻ ഒന്നും ഇല്ല, അവന് മോണിറ്ററി ബെനിഫിറ്റ്, അവൻ്റെ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് നോക്കണം എന്നുള്ളൊരു ഒരു 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 ന്യായമായ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവൻ വന്നത് പോയത്. ജാസ്മിൻ ഇതുവരെ ആലോചിക്കാൻ സമയമെടുത്തില്ല, പക്ഷെ ജാസ്മിന്റെ ആലോചിക്കാനല്ല ബ്രോ, ജാസ്മിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എന്ത് കാര്യത്തിൽ എന്ന് വെച്ചാൽ ജാസ്മിൻ എല്ലാ സ്ട്രാറ്റജി അവിടെ ഉപയോഗിക്കും. ലവ്, ഇമോഷണൽ, ഡ്രാമ, എല്ലാ സ്ട്രാറ്റജി, അവിടെ എന്ത് സ്ട്രാറ്റജി വർക്ക് ആവോ അത് സൂപ്പർ മാർക്കറ്റാണ്, എന്ത് പ്രൊഡക്റ്റും അവൈലബിൾ ആണ്, എല്ലാം കിട്ടും അവിടെ. ഗെയിം ജയിക്കാൻ വേണ്ടി ഏത് രീതിയിലേക്കും കളിക്കും എന്നുള്ളതാണോ? ഗെയിം ജയിക്കുമെന്നൊക്കെ ഏതാണ്ട് ഉറപ്പുണ്ട്. എനിക്കല്ല കേട്ടോ, എനിക്കല്ല ഉറപ്പുള്ളത്, ജാസ്മിൻ ഉറപ്പുണ്ട്, ജാസ്മിൻ ജയിക്കും.
ഹാസ്മിൻ ഒരു സമയം വരെയൊക്കെ അവരെ എത്തിക്കും എന്നുള്ളൊരു ധാരണയുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവിടെ പോണത്. ജിൻഡോട്ടൻ പ്രൊവോക്കേഷൻ, അതാണ് ജിൻഡോന്റെ സ്ട്രാറ്റജി. പ്രൊവോക്ക് ചെയ്യുക, കൃത്യമായിട്ട് എവിടെ അടിച്ചാൽ എവിടെ കിട്ടുമെന്ന് പുള്ളിക്ക് അറിയാം, നോക്കിയിരുന്ന് അടിക്കും, പ്രൊവോക്ക് ചെയ്യും. ക്ലാസ്, ഒരു ക്ലാസിക് ആയിട്ടാണ് അൻസിബ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ആവശ്യമില്ലാത്ത ചവറൊന്നും പിടിക്കൂല, പറയാനുള്ളത് മാത്രമേ പറയൂ, തല്ലുകൂടൂല, ഒച്ച വയ്ക്കൂല, പിന്നെ ഇമോഷണൽ ആവും. അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇമോഷണൽ ആവുന്നതാണ്. ക്ലാസിക് ആണ്. ചീവീട് കിളവില കൂടുന്നോണ്ടാണോ ബ്രോ? എന്ത് കാര്യത്തിന് അവിടെ കിടന്ന് ഇങ്ങനെ ഒച്ച വയ്ക്കുന്നേ? എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ചുമ്മാ കിടന്ന് വർത്താനം പറഞ്ഞിട്ട്. ലാൽ സാറിൻ്റെ എപ്പിസോഡിൽ വരുമ്പോൾ നോറയും അല്ലാത്ത നോറയും രണ്ടാണ്. ഒബ്സർവ് ചെയ്ത ആളാണ് ഞാൻ. ലാൽ സാറിൻ്റെ എപ്പിസോഡ് ഈ സാധനം വാരി അങ്ങോട്ട് അല്ല, ഞാൻ പറയാം ഇതാണ്. എന്നാൽ നേരെ മറിച്ച് സാറ്റർഡേ എപ്പിസോഡ് സൺഡേ എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന് ഓൻ്റെ അടുത്ത് ഓൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരെയും ചൊറിയാം. സ്ട്രാറ്റജി വീണ്ടും ലാൽ സാർ ടാങ്കോ ലാലേട്ടാ. സ്കൂൾ ഡേയ്സിലും വീക്കെൻഡിലുള്ള ചേഞ്ച് പോലെയാണ്, മാറും. കോമഡി പീസ്. അർജുന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവൻ ലുക്സിലാണ് അവൻ പിടിച്ചിരിക്കുന്നത്. ലുക്സും സ്ട്രെങ്ത്തും ഒരു പരിധി വരെ. ടാസ്ക് ഒക്കെ അവൻ ഭംഗിയായിട്ട് ചെയ്യും. നിലാവെ തഴിച്ചു വിട്ട താറാവ്. എന്താ ചെയ്യണമെന്ന് അറിയില്ല പാവത്തിന്. പാവമാണ് കേട്ടോ. ബേസിക്കലി ഒരു നന്മയുള്ള കുട്ടിയാണ്. പുള്ളിക്കാരത്തേക്ക് അറിയില്ല ഷോ എങ്ങനെയാണെന്ന്. പരിപാടി അറിഞ്ഞൂടാത്തോണ്ടാ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അറിയില്ല, പാവാട്ടോ അവൻ. ബേസിക്കലി ഷീസ് വെരി നൈസ് ഹ്യൂമൻ ബീങ്. ഭയങ്കര, പക്ഷെ അറിയില്ല, പരിപാടി മനസ്സിലായിട്ടില്ല എപ്പോഴും ബിഗ് ബോസ് എന്താന്ന്. പാവം. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പാവത്ത് സായി. ഈ പുറമെ നിന്നിട്ട് ഇത്രത്തോളം നല്ല രീതിയിൽ സംസാരിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് അല്ലേ? ഒരുപക്ഷെ സായി അതിൻ്റെ അകത്ത് കയറിയപ്പോൾ കേട്ട വിമർശനങ്ങൾ ഇപ്പോൾ പുറത്തറിയുമ്പോൾ സിമിന് കുറേ അടുത്തറിയുന്നുണ്ടാവും. ഇവിടെ നിന്ന ഈ ആവേശം അതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ കണ്ടില്ലല്ലോ എന്ന് എടുത്തു ചോദിക്കുന്നുണ്ട് അല്ലേ? കാറിൻ്റെ അകത്തിരുന്ന് മാത്രം സംസാരിക്കാൻ പറ്റുമെന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എവിടേക്കോ മാറിപ്പോകുന്നതാണോ മാറ്റിപ്പിക്കുന്നതാണോ? രണ്ട് രീതി നമുക്ക് എടുക്കാം. ഒന്ന്, സായി ചിലപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിത്വം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിനകത്ത് വന്നായിരിക്കാം. ഞാൻ നിങ്ങൾ വെളിയിൽ കാണുന്ന പോലത്തെ ഒരു ആളല്ല, ഇതാണ് ഞാൻ ഒറിജിനൽ എന്ന് കാണിക്കാൻ വേണ്ടി വന്നതായിരിക്കാം സായി. രണ്ട്, സായി ഒരു സ്ലോ പേസിൽ മൂവ് ചെയ്യാൻ നോക്കിയതായിരിക്കാം. സ്ലോ ആയിട്ട് എന്നെ അടിച്ചിരുത്തുന്നുണ്ട്. ചിലപ്പോൾ സായിക്ക് ഈ ഗെയിം ശരിയാവില്ല, എന്നെ ഇങ്ങനെ ഇരുത്താൻ സാധ്യതയുണ്ട്. സായിക്ക് പലപ്പോഴായിട്ട് മടുത്തു ബ്രോ. സായി പലപ്പോഴായിട്ട് ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് ബിഗ് ബോസിന്റെ മുറി പോണ ശ്രദ്ധിച്ചിട്ടു. അവന് മടുത്തവിടെ. അവൻ ആ സാധനം വർക്കാവണ്ടായി. അവൻ ഭയങ്കര പാവമാണ്, നല്ല ചെക്കനാണ്. അതിൻ്റെ പ്രശ്നമാണ്. അവൻ വിചാരിച്ച പോലെ ഒന്നും അല്ല അതിനകത്ത പരിപാടി എന്ന് അവനറിയാം. അവൻ പോയിട്ട് അവിടെ ഗെയിം വർക്കൗട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് അനൗൺസ്മെന്റ് വരും, അങ്ങനെ സംസാരിക്കരുത് സായി, ഇങ്ങനെ മിണ്ടരുത് സായി. കൺട്രോൾ ചെയ്യുന്ന പോലെ അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി. സംബഡി ഈസ് വൈ ദേ ആർ കൺട്രോളിങ്. എപ്പോഴും ജാസ്മിൻ അവനോട്ടിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പം അവന് ഒരു മെസ്സേജ് വരും. എന്തിനാണ്? അവൻ്റെ ഗെയിം അല്ലേ വർക്ക് ചെയ്യാൻ നോക്കുന്നത്. ഇത്ര കൺട്രോളിങ് വരുമ്പോൾ എന്നൊക്കെ പറയുമ്പോഴും ഒരു ചോദ്യം ചോദിക്കാതെ വയ്യ. പലപ്പോഴും വിന്നർ ആവുന്നത് ആരൊക്കെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നു, കണ്ടസ്റ്റൻസ് നമുക്കൊപ്പം ഓടുന്നു, ഈ ഓടി തോൽപ്പിക്കുന്നത് ഇവരെയാണ് അല്ലെ? ഈ സഹമത്സരാർത്ഥികൾ ഓടി തോൽപ്പിക്കുമ്പോഴാണ് നമ്മൾ ഫൈനൽ കപ്പിലോട്ട് എത്തുന്നത്. ഈ പറഞ്ഞു വരുന്നത് എവിടേക്കോ തോൽപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നിലനിൽക്കേണ്ടതും സഹമത്സരാർത്ഥികൾ മാത്രമല്ല, അടിച്ചു നിൽക്കേണ്ടത് അതിന്റെ സംഘാടകരോട് കൂടിയാണെന്ന് തോന്നുന്നുണ്ടോ? 100%. 3 ഗെയിം, ഒരു ഗെയിം നമ്മൾ സംഘാടകരോട് കളിക്കുന്നത്. ഞാൻ എന്നോട് തന്നെ 2-3 സംഘാടകരോട് ഗെയിം കളിച്ചേ പറ്റൂ. അവരായിട്ട് അടിച്ചു നിൽക്കാൻ പറ്റണം. പക്ഷെ എന്താ അറിയോ, അവർ സുപ്രീം പവറുള്ള ആൾക്കാരാണ്. ഒരു ഈക്വാലിറ്റി ഇല്ല. കാര്യം അവർക്ക് എല്ലാം അറിയാം. ഞാൻ പറയുന്ന എല്ലാം അവർ കേൾക്കുന്നു, ഞാൻ ചെയ്യുന്ന എല്ലാം അവർ കാണുന്നു. അറ്റ് ദ സെയിം ടൈം ഞാനിപ്പം ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് ലാൽ സാറിൻ്റെ എപ്പിസോഡിൽ വീറ്റിയിട്ട് കാണിച്ചിട്ട് തന്നെ തകർക്കും, എൻ്റെ സ്ട്രാറ്റജി നശിപ്പിക്കും. അവർ ഭയങ്കര സ്ട്രോങ് ആണ് സംഘാടകർ. അവർക്കെതിരെ അടിച്ചു നിൽക്കാൻ പാടാണ്. അത് തന്നെയാണ് തോന്നുന്നു അല്ലേ ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക് നിൽക്കുന്നത്. പക്ഷെ അതിനൊരു നെറിയൊക്കെ ഉണ്ട്. ഇപ്പം സാബുചാണ്ടൊക്കെ സീസണിലൊക്കെ ആണെങ്കിൽ ഒരു നന്മയൊക്കെ ഉണ്ടായിരുന്നു. കുറെ സീസണിൽ അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. കളി പുറത്തുനിന്ന് കണ്ടാലും അകത്ത് കളിച്ച ആളെന്നുള്ള നിലയ്ക്ക് ടോപ്പ് 5 ആരെത്തുന്ന തോന്നുന്നത്? ഞാൻ പറയില്ല. ഇല്ല എന്ന് വെച്ചാൽ എന്താ അറിയാം ബ്രോ, ഞാൻ ആരെയും മോശമായിട്ട് പറയുന്നതല്ല ബ്രോ. ഓക്കെ, അല്ല ഇതിലിപ്പോ കുറച്ച് പേര് പറയുന്നുണ്ട് മറ്റൊരു മോശക്കാരാവുന്നില്ല, എവിടേക്കോ ഗെയിം കളിക്കുന്ന രീതിയിലും നിലനിൽപ്പിലും അങ്ങനെയൊന്നും അല്ലെങ്കിൽ അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആണ് ഇപ്പോഴത്തെ ഒരു പോക്ക്. മനസ്സിലായോ? ഇപ്പോഴത്തെ പോക്കിൽ എന്ത് സംഭവിക്കാം. ഇപ്പം ഞാൻ
നമ്മൾ ഇത്രയും ഒരു കണ്ടസ്റ്റന്റ് എന്നെ ഫേവർ ചെയ്യുന്നു എന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുമ്പോൾ, ഇപ്പം ഞാൻ മാത്രമല്ലല്ലോ പറയുന്നത്, എത്ര യൂട്യൂബേഴ്സ് ചർച്ച ചെയ്യുന്നുണ്ട്, ജനങ്ങൾ പൊതുവെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചകളൊക്കെ ഭയങ്കരമായി വരുന്ന സമയത്ത് സംഘാടകർക്ക് തീരുമാനങ്ങൾ മാറ്റാതിരിക്കാൻ നിവർത്തിയില്ല. കാര്യം അടുത്ത വർഷം നടത്തണ്ടേ ഈ പരിപാടി, അപ്പോൾ അവർ തീരുമാനം മാറ്റും. അപ്പം നമ്മളിപ്പോൾ പറയുന്ന ടോപ്പ് 5 ഗെയിം കൊണ്ട് ഇവിടെ ആരും ടോപ്പ് 5 എത്തൂല എന്ന് എനിക്ക് ഉറപ്പാണ്. ഗെയിം കൊണ്ട് ആരും യോഗ്യരല്ല, യോഗ്യതയുടെ കാര്യമല്ല, എത്തിക്കില്ല. ആ ഗെയിം വെച്ചിട്ട് ആരും അവരെത്തിക്കാൻ പോകണില്ല. ഗെയിം വെച്ചിട്ട് എത്തേണ്ടാണെങ്കിൽ ആരൊക്കെ എത്താം? ഞാൻ എത്തുമായിരുന്നു ടോപ്പ് 5. ജനവിധി, ജനങ്ങളുടെ വോട്ട് എവിടേക്കോ വോട്ട് ജെനുവിനാണോ? വോട്ട് ജെനുവിനാണ് ബ്രോ. വോട്ട് ഞാൻ മനസ്സിലാക്കി നിർത്തുള്ള 6 പേർക്ക് ഇമെയിൽ വരും വോട്ടിംഗ് റിസൾട്ട്സ്. അതാണ്, അത് ജെന്യൂനാണ്. പക്ഷേ നമ്മൾ രണ്ടുപേരും മത്സരിക്കുകയാണ്, നമ്മൾ രണ്ടുപേരും വോട്ട് ചെയ്യാണ്. ബ്രോയ്ക്ക് വോട്ട് കുറവ്, ഇന്ന് എലിമിനേഷൻ വേണ്ടെന്ന് അവർക്ക് തീരുമാനിക്കാം. എനിക്ക് ബ്രോഹൻ ഇവിടെ നിർത്തണം, സംഘാടകർക്ക് ബ്രോഹൻ ഇവിടെ വേണം, റോഹൻ ഇവിടെ വേണം. ഇന്ന് എല്ലാവരെയും എൻ്റെ ഒരു പ്രസൻ്റായിട്ട് ഇന്ന് നോമിനേഷൻ ഇല്ല, ഇന്ന് എലിമിനേഷൻ ഇല്ല, തീർന്നു. പൊളിയല്ലേ? ആ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ച് ജനങ്ങൾ പറയുന്നു ഇന്ന് ആരും പറഞ്ഞു വിടണ്ട. ഏത് ജനങ്ങൾ? ശ്രീരേഖ ചേച്ചിയൊക്കെ പോകണ്ടായിരുന്നു. എന്തെന്നറിയോ, എന്നെ ഫയർ ചെയ്തില്ലേ അന്ന് ശ്രീരേഖ ചേച്ചി ഔട്ടാവണ്ടായിരുന്നു ജാനുവരിയുടെ പുറകെ. എന്തുകൊണ്ട് പോയില്ല? ജനങ്ങൾ പറഞ്ഞു പോകണ്ടെന്ന്. ഉറപ്പല്ലേ ബ്രോ? എല്ലാം കൊണ്ട് ജനങ്ങളുടെ തല വെച്ച് കൊടുക്കുകയാണ്. വിഷുവിന്റെ അന്ന് വിടണ്ടാന്ന് തീരുമാനിച്ചു. എന്താ? പക്ഷേ ഈ സ്ക്രിപ്റ്റ് അല്ല എന്ന് പറയുമ്പോഴും ശരിക്കും സ്ക്രിപ്റ്റിനേക്കാളും ഏറ്റവും ഡേഞ്ചറസ് ആണല്ലേ പ്ലാൻഡ്. എബ്രിഡ് ഷൈനിന്റെ സ്ക്രിപ്റ്റ്, അൽഫോൺസ് പുത്രന്റെ സ്ക്രിപ്റ്റ്, ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ. ഇതാണ് സിറ്റുവേഷൻ, അഭിനയിച്ചോ, ഇതല്ലേ അവരുടെ മൂഡ്. സെയിം, നിങ്ങൾ ക്യാരക്ടേഴ്സ് ഇതാണല്ലോ, ഇതാണ് സിറ്റുവേഷൻ. സിബിൻ എന്ത് പറയും? ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഫൈനൽ കട്ട് വരുമ്പോൾ ഇല്ലതാനും ടേബിളിലായി ഷോ ഉണ്ടാകുന്നത്, എഡിറ്റിംഗ് ടേബിളിലാണ് ഈ ഷോ ഉണ്ടാകുന്നത്. അവൻ തീരുമാനിക്കും ആരുടെ സാധനം വിടണം, ആരുടെ സാധനം വിടണ്ട. നിങ്ങൾ പൂരാടി, ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ തമ്മിൽ നല്ല തർക്കം ഉണ്ടായി കുറച്ച് നേരത്തെ. എന്നെ തോപ്പിക്കണം, റോഹൻ അവർക്ക് ഹിറ്റ് ആകണം, ഇവന്മാരെ നേരെ ടേബിളിൽ കൊണ്ട് ഞാൻ പറഞ്ഞ വെട്ടിക്കളയും. അങ്ങനെയെങ്കിൽ ഡയറക്ടർ ആവാൻ മോഹിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ആവാൻ പോകുന്ന ഒരാളെന്ന നിലയ്ക്ക് ബിഗ് ബോസ് അതുപോലെ വലിയ ഷോയുടെ ബിഗ് ബോസിന്റെ ഷോ ഡയറക്ടർ ആവണമെങ്കിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്? ഈ ഷോയിലോ കുറച്ചുകൂടെ ജെന്യൂനിറ്റി കൊണ്ടുവരും. ഏത് രീതിയിൽ? ഈ പറഞ്ഞ പോലെ ഈ ഒരു ബയാസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഫ്രം ഒരു പ്രീ ജഡ്ജ്മെന്റോട് കൂടി ഒരിക്കലും ഈ ഷോ ഡിസൈൻ ചെയ്യരുത്. നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ എടുത്തിട്ട് അവരെ കൊണ്ട് വേണം നമ്മൾ സ്ക്രിപ്റ്റും സ്റ്റോറിയും ഉണ്ടാക്കാൻ. പിന്നെ ഈ സീരിയൽ പോലെ, സീരിയൽ ഓൾറെഡി ഉണ്ടല്ലോ, സീരിയൽ പോലെ ഷോ ഡിസൈൻ ചെയ്യരുത്. സീരിയൽ ഈസ് ഓൾറെഡി ദെയർ. ദിസ് ഇസ് എ റിയാലിറ്റി ഷോ. ഫൺ കൊണ്ടുവരിക, എൻ്റർടൈൻമെൻ്റ് ആക്കുക, ഇമോഷൻസ് താനേ വരും, നിങ്ങൾ ഉണ്ടാക്കണ്ട. ഇമോഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. രണ്ടുപേര് തമ്മിൽ തല്ലുകൂടുമ്പോൾ അതിൽ ഇമോഷൻസ് വരും. ഇതിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വശം കൊണ്ടില്ല. 100 ദിവസം ഇവരെ ഇത്രയും കണ്ടസ്റ്റൻസിനെ അവിടെ കൊണ്ടുവരുത്തി ഷോ പോകുമ്പോഴും നേരത്തെ സിം തന്നെ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, പലപ്പോഴും അവിടെ കിടന്ന് പുഴുകാണ് ഒന്നുമില്ലാതെ എന്ന് പറയുന്നത് അല്ലേ. ഇവരിൽ നിന്ന് കണ്ടന്റ് കിട്ടില്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ചാനലിന് റേറ്റിംഗ് അല്ലെങ്കിൽ ഈ ഇത്രയും സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ഈ മത്സരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പം തന്നെ കൃത്യമായിട്ട് കണ്ടന്റ് സംഭവിക്കണം അല്ലെ. എല്ലാവർക്കും ഒരേപോലെ നിന്ന് ഈ ഫൺ സംഭവങ്ങൾ കൊണ്ടുവരാനോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ അതിന് കഴിവുണ്ടാവുമെന്ന് വരില്ല അല്ലെ. പലപ്പോഴും ഇത് ഇട്ട് കൊടുക്കേണ്ടത് ചാനൽ ഭാഗത്തുകൂടി. എക്സാക്ട്ലി, ക്രിയേറ്റ്. ഞാൻ അതാ പറഞ്ഞത്, ഇപ്പം ഒരു ഫൺ, ഇപ്പം അവിടെ ഒന്നും നടക്കുന്നില്ല, അപ്പോഴാണ് അവര് ഒരു ടാസ്ക് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കൊടുക്കുക. അല്ലാതെ ഇത് പവർ റൂമിൽ നിങ്ങൾ കുറേ ആക്ടിവിറ്റി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എന്ത് പരിപാടിയാണ് അത്? നിങ്ങളൊരു ആക്ടിവിറ്റി ചെയ്യും അല്ല, അത് നമ്മുടെ കഴിവിൽ നിന്നേ വരത്തുള്ളൂ. നമ്മുടെ കഴിവിൽ നിന്നല്ലല്ലോ വരേണ്ടത്. ക്രിയേറ്റേഴ്സിന്റെ ഡെറിവേഷൻ ആണത്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആള് ഇന്നൊരു സാധനം ചെയ്യിപ്പിക്കാം, നിർദ്ദേശങ്ങൾ കൊടുക്കുക, അത് വെച്ച് അവിടെ കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി, ഞാൻ എന്താ പറയുക, ഓർഗാനിക്കലി ജനറേറ്റ് ആവണം. ഓർഗാനിക് കണ്ടന്റ്. ആൻഡ് ഫൈനലി ഇനിയൊരു റീ എൻട്രി വിളിച്ച പോവോ? ഇല്ല, പോവില്ല. എന്ത് ഓഫർ പറഞ്ഞാലും പോവില്ല. ഇല്ല, കോടിക്കണക്കിന് രൂപ തരാന്ന് പറഞ്ഞാലും ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ സീസണിലേക്ക് ഞാൻ പോകില്ല. കാര്യം ഞാൻ സീസണിലേക്ക് പോകില്ല എന്ന് പറയുമ്പോൾ ഇനി അടുത്ത സീസണിൽ എന്നെ വിളിക്കാൻ സാധ്യതയൊന്നും ഇല്ലല്ലോ ഒരിക്കലും. ഇനി ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ ഷോ വരികയാണെങ്കിൽ, വിളിക്കുകയാണെങ്കിൽ, ഞാൻ അവിടെ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഡോക്ടറിന്റെ മുന്നിലും കൺഫെഷൻ റൂമിലും ഞാൻ പറഞ്ഞ കാര്യം, ഇവര് വെളിവിടാത്ത കാര്യം, എനിക്ക് ഈ ക്രിയേറ്റീവ് ടീമിന് വിശ്വാസമില്ല. ആ വിശ്വാസമില്ലായ്മ ഇവർ മാറ്റി തരുവാണെങ്കിൽ ചിന്തിക്കും. അപ്പോൾ ആ ചിന്തകൾ പുനർചിന്തകൾ സംഭവിക്കട്ടെ. നല്ലൊരു അടിപൊളി കളർഫുൾ ജീവിതം കൂടി ആശംസിക്കുന്നു. താങ്ക് യു റോഹൻ. താങ്ക് യു സോ മച്ച് റോഹൻ. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം
വിളിച്ചതിനും നന്ദി, ഇരുന്നതിലും കണ്ടതിലും വിളിച്ചതിനും നന്ദി. വാദപ്രതിവാദത്തിന്റെ ഇടയിൽ എന്തെങ്കിലും തപ്പിത്തവറി വന്നിട്ടുണ്ടെങ്കിൽ റോഹൻ അത് വിട്ടുകളയണം. ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. സെയിം ഇയർ. ഓൾ ദി ബെസ്റ്റ് റോഹൻ. താങ്ക് യു.